രണ്ടാമത്തെ ദിവസം ഈ രാത്രിയിൽ ഈ കമ്പനി മുക്ക് ഈ ദൈവാലയത്തിൻ്റെ അകത്തേക്ക് ആ കണ്ണ് നോക്കുകയാണ്. അവനെ അന്വേഷിക്കുന്ന ആരാ ഉള്ളേ? അവനെ വിളിക്കുന്ന ആരാ ഉള്ളത്? നിലവിളിക്കുന്ന ആരാ ഉള്ളത്? യേശുവേ എന്ന് വിളിക്കുന്ന ആരാ ഉള്ളത്? അവൻ്റെ അടുക്കലേക്ക് ഇന്ന് രാത്രി അവൻ ഇറങ്ങി വരികയാണ്. അവൻ്റെ അടുക്കലേക്ക് ആ സാന്നിധ്യം എഴുന്നള്ളുകയാണ്. അവൻ്റെ കരത്തെ ആ സാന്നിധ്യം പിടിക്കുകയാണ്. അവനെ ചേർത്ത് മാർവോട് പിടിക്കുകയാണ്. അവൻ്റെ മുൻപിലെ തടസ്സങ്ങളെ ആ സാന്നിധ്യം തകർക്കുകയാണ്. മുൻപിലെ വെല്ലുവിളികളെ ആ സാന്നിധ്യം തകർക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ മഹത്വം. ബർത്തിമായി എന്ന കുരുടൻ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഉറക്കെ നിലവിളിച്ചതുപോലെ ആ കരങ്ങളെ ഉയർത്തി നിലവിളിയോടെ ഓ ശാരാധരാധന എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായ്ക്കാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. എൻ തല ചായ്ക്കാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. ഒരുമിച്ച് ഹല്ലേലൂയ ഹല്ലേ ഹല്ലേലൂയ പാടിടും. ആ പൂജബലത്താൽ യേശുവേ ഹല്ലേ ഹല്ലേലൂയ പാടിടും. ആ ഇൻവസ്വരത്താൽ നയിച്ചതി ഹല്ലേലൂയ ഹല്ലേ ഹല്ലേലൂയ പാടിടും. ആ പൂജബലത്താൽ നടത്തിയത് ഹല്ലേ ഹല്ലേലൂയ പാടിടും. ആ ഇൻവസ്വരത്താൽ എന്നെ നടത്തും ആ പൊന്നോ കരമോ. ഒരു നാൾ കുറുകിയിട്ടില്ല കുറുകിയിട്ടില്ല. വിശ്വാസത്തോടെ എന്നെ നടത്തും ആ പൊന്നോ കരമോ. ഒരു നാളിലും അതു കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്. ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്. ഒരു നാളും മന്ദമാകില്ല. കരമയത്തി ശതമയത്തി ഹല്ലേ ഹല്ലേലൂയ എല്ലാ നാമം തുറന്ന് ആ പൂജബലത്താൽ നടത്തിയത് ഹല്ലേ ഹല്ലേലൂയ പാടിടും. ആ ഇൻവസ്വരത്താൽ നയിച്ച ഹല്ലേലൂയ ഹല്ലേ എല്ലാ നാമം തുറന്ന് ശതമയതി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഓ ശരതേ തുരബലബലവശരേ ഹല്ലേ
എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെ അതു കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെ അതു കുറഞ്ഞ. ദാഹത്തോടെ പാടിയേ. എന്താഹം തീർക്കുന്ന ജീവനദിയും ഒരു നാളും വറ്റിപ്പോകില്ല. എന്താഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. വിശുദ്ധ കരവും സ്വർഗത്തിലേക്ക് ഉയർത്തി. Come on, worship you. Oh, hallelujah. Hallelujah. പാടിടും ആയിമ്പസ്വരത്താൽ. ആരും മൗനമാകരുത്. എല്ലാ നാവും തുറന്ന് ശബ്ദമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹോസന്ന ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന ഓ ഹല്ലേലൂയ ഹോസന്ന ഒരിക്കൽ കൂടെ തലയ്ക്ക് മുകളിൽ രണ്ട് കരം ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. തലയ്ക്ക് മുകളിൽ എല്ലാ കരം ഉയർത്തി. Come on, worship him. ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നേ. ഓ ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. വാതിലുകളെ നിങ്ങളുടെ കഥകളെ ഉയർത്തുവി. പണ്ടുള്ള കഥകളെ ഉയർത്തിരിപ്പി. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ബലവാനും വീരനുമാകുന്ന സൈന്യങ്ങളുടെ യഹോവ ഈ രാത്രിയിൽ സൈന്യങ്ങളുടെ യഹോവ ഈ ദേശത്തിറങ്ങട്ടെ. ഓ ഓ ആത്മതലങ്ങൾ തുറന്നു വരികയാണ്. ആത്മതലങ്ങൾ തുറന്നു വരികയാണ്. അന്തരീക്ഷങ്ങൾ തുറന്നു വരികയാണ്. ദൈവത്തിന്റെ ദൂതന്മാർ ഊരിപ്പിടിച്ച നാളുകളുമായി ഈ അന്തരീക്ഷത്തിൽ ഇറങ്ങി വരികയാണ്. വലിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ചലിക്കുകയാണ്. നിന്റെ മുമ്പിൽ ശത്രു കെട്ടിയ സകല കോട്ടകളും ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം യെരിഹോ പോലെ നിന്റെ മുമ്പിൽ ഉയർത്തിയ സകല കോട്ടകളെയും ഇന്ന് രാത്രി സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല എന്റെ ആത്മാവിനോ സെരുബാബേലേ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ സമഭൂമിയാകും. കൃപ 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 എന്നാർത്തുകൊണ്ട് നീ ആണിക്കല്ലുകയല്ല.
രാത്രി ദൈവത്തിന്റെ ആത്മാവ് പകരുകയാണ്. ശത്രു വച്ച മൂടികൾ ഇന്ന് രാത്രി സ്വർഗം പൊളിക്കുന്നു. ദൈവത്തിന് വേണ്ടി കത്തേണ്ട വിളക്ക് പറയിട്ട് മൂടിയെങ്കിൽ, കട്ടിലടിയിൽ ഒതുക്കിയെങ്കിൽ, നിലവറയ്ക്കകത്ത് ഒതുക്കിയെങ്കിൽ, ഇന്ന് രാത്രി ആത്മാവ് പ്രവചിക്കുന്നു, അതിനെ പൊട്ടിച്ച്, അതിനെ പൊട്ടിച്ച് ഇന്ന് രാത്രി സ്വർഗം അതിനെ പുറത്തെടുക്കുകയാണ്. ദൈവ സാന്നിധ്യത്തിനെ പുറത്തെടുക്കുന്നു. മനുഷ്യൻ വെച്ച പറകൾ കൊണ്ടത്, മനുഷ്യൻ വെച്ച മൂടികൾ കൊണ്ടത്, സാത്താൻ ഒരുക്കുന്ന കലവറകൾ പൊളിയട്ടെ. അഭിഷേകമുള്ള തലമുറ പുറത്തു വരട്ടെ. ഓ, തീ പിടിക്കുന്നു, തീ പിടിക്കുന്നു. ചില ശരീരങ്ങൾ തീ പിടിക്കുന്നു, മഹത്വം പിടിക്കുന്നു. സാന്നിധ്യം, 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 സാന്നിധ്യം. പിതാവേ, ഒരു മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ രാത്രി ഞങ്ങളുടെ ആത്മാവ് ദാഹിക്കുകയാണ്, ഞങ്ങളുടെ ആത്മാവ് വാഞ്ചിക്കുകയാണ്, ഞങ്ങളുടെ ആത്മാവ് കൊതിക്കുകയാണ്. ഒരു വേഴാമ്പലിന്റെ ചുറ്റും ഒത്തിരി വെള്ളങ്ങളുണ്ടെങ്കിലും വേഴാമ്പലിന് ഇഷ്ടം ഉയരത്തിൽ നിന്ന് വീഴുന്ന വെള്ളമാണ്. അതിനു വേണ്ടി അത് കാത്തിരിക്കുന്ന പോലെ ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ അങ്ങേ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഇറങ്ങി വന്ന അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾ ചെറുതല്ലപ്പ, വലിയത് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ വലിയത് പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ വലിയത് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ വലിയത് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ എന്ത് വില തരാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ എന്ത് ചെയ്യാനും തയ്യാറാണ്. ഇന്ന് രാത്രി ഞങ്ങളെ വിടിവിക്കാതെ നീ പുറത്തു കൊണ്ടുപോകരുത്. യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ ഈ പിടി വിടത്തില്ല, ഞാൻ ഈ പിടി വിടത്തില്ല. എന്നെ അനുഗ്രഹിച്ചല്ലാതെ, എനിക്ക് വേണ്ടി പ്രവർത്തിച്ചല്ലാതെ എന്നെ നീ പുറത്തെടുത്ത ഈ പിടി ഞാൻ വിടത്തില്ല. സെരുബാബേലിൽ നിൽക്കുന്ന മഹാപർവ്വതം നീ സമഭൂമിയാണ്. കൃപ 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 എന്നാത്തുകൊണ്ട് ആണിക്കല്ല് കയറ്റു. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, എന്റെ ആത്മാവിനാൽ തന്നെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ആശ്രയിക്കുന്നു. സകല മാന മഹത്വം പുകഴ്ച ആരാധനീശുവിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ കരങ്ങളെ ശക്തിയോടെ തട്ടി സകല മാനവും സകല മഹത്വവും പുകഴ്ചയും ആരാധനയും സകല സ്തുതിയും സകല സ്തോത്രവും ബഹുമാനവും കർത്താവിനെ കൊടുത്തുകൊണ്ട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. വായിച്ച വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കൈമാറിയ ദൂതുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. എല്ലാ ദൂതും എല്ലാവർക്കും ഉള്ളതായിരിക്കത്തില്ല. നിങ്ങൾക്കുള്ള ദൂത് വെളിപ്പെട്ട് വരുമ്പോൾ അത് നിങ്ങളുടെ അകത്ത് നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾക്കുള്ള ദൂതല്ലെങ്കിൽ നിങ്ങളത് വിട്ടയക്കുക. അത് പ്രാപിക്കേണ്ടവന് പ്രാപിക്കും,
പക്ഷെ നിങ്ങൾക്കുള്ള ദൂത് നിങ്ങളെ നോക്കി വരുമ്പോൾ അതിനെ നിങ്ങൾ തിരസ്കരിക്കരുത്. അതിനെ നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഒരു ദൂത് നിങ്ങളെ നോക്കി വെളിപ്പെട്ട് വരുമ്പോൾ ആ ദൂതിനെ നിങ്ങൾ പ്രതികരിച്ച് അതിൻ്റെ മുമ്പാകെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രതികരണത്തെ വെളിപ്പെടുത്തി ആ ദൂത് നിങ്ങളുടേതാക്കി മാറ്റുക. തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ ആദരിക്കുന്ന രാത്രിയാണ്. പ്രൈസ് ഗോഡ്. തെരഞ്ഞെടുപ്പ് ദൈവം മനുഷ്യന് കൊടുത്തു. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട അത് മനുഷ്യന്റെ തീരുമാനമാണ്. നമ്മുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഈ ഉലകത്തിൽ ഒരു മനുഷ്യനുമില്ല. ആമേൻ. ഈ ആരാധനയ്ക്ക് എവിടെ ഇരിക്കണോ, ഫ്രണ്ട് ഇരിക്കണോ, ബാക്കി ഇരിക്കണോ, അതൊന്ന് നടുക്കിരിക്കണോ, തറയിരിക്കണോ, കസേരയിരിക്കണോ, അത് നമ്മുടെ തീരുമാനം. അത് ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഇനി കൈയടിക്കണോ കൈയടിക്കണ്ടയോ, കൈ ഉയർത്തണോ വേണ്ടയോ, പാട്ട് പാടണോ വേണ്ടയോ, ഉറങ്ങണോ വേണ്ടയോ, അതെല്ലാം നമ്മുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിനനുസരിച്ച് നിൽക്കാൻ നമുക്ക് പ്രാപ്തിയുണ്ട്. ആരും ചോദ്യം ചെയ്യത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാം, നിങ്ങളുടെ തീരുമാനങ്ങളെ മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ തീരുമാനത്തിനകത്ത് നിങ്ങൾ കയറിയിരുന്നാൽ, എത്ര പേര് കേട്ടെന്ന് എനിക്കറിയത്തില്ല, നിങ്ങളുടെ തീരുമാനത്തെ പൊട്ടിച്ചിട്ട് ദൈവത്തിൻ്റെ തീരുമാനത്തിനകത്ത് നിങ്ങൾ കയറി നിന്നാൽ, കയറി വരാൻ തയ്യാറായാൽ, ഇന്നലകളിൽ ഓടാത്ത തലങ്ങളെ ഓടിക്കയറാൻ, ഇന്നലകളിൽ ഓടിക്കയറാൻ പറ്റാത്ത, ഇന്നലകൾ ക്ഷീണിച്ചു പോയ, ഇന്നലകൾ തളർന്നു പോയ, ഇന്നലകൾ ക്ഷീണിച്ചു പോയ, ഇന്നലകൾ തളർന്നു പോയ, ഇന്നലകൾ അവശതയായി പോയ മേഖലകളെ ഓടിക്കയറി ഇന്നലകൾ ചെയ്യാത്ത ചിലത് ദൈവത്തിന് വേണ്ടി ചെയ്ത് ഒരു മഹത്വത്തിലേക്ക് പ്രവേശിക്കാം. ഏലിയാവിന്റെ ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുന്ന ഏലിയാവിന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. അതെ, അട കൊടുത്തു, അപ്പം കൊടുത്തു. ദൈവത്തിന്റെ ദൂതൻ അവനെ തട്ടി എഴുന്നേൽപ്പിച്ച് ഇത് രണ്ടും കൊടുത്തു. അവനടുത്ത് പറയുക, നിനക്ക് ദൂരയാത്രയുണ്ട്. പക്ഷെ ദൂത് കേട്ടെങ്കിലും പുള്ളിയുടെ തീരുമാനം അത് കഴിച്ചിട്ട് പിന്നെ ഉറങ്ങാനാ. അത് കഴിച്ചിട്ട് പിന്നെ അവൻ കിടന്നുറങ്ങി. ദൈവത്തിന്റെ ദൂതൻ രണ്ടാം വട്ടവും ഇറങ്ങി വരികയും അവന് വേണ്ടി. അതേ അപ്പം അതേ വെള്ളം ദൈവത്തിന്റെ ദൂതൻ അവന് വേണ്ടി കൈമാറുന്നു. ആദ്യം ഉറങ്ങാൻ തീരുമാനിച്ച ഏലിയാവ് രണ്ടാമത് ഇത് കഴിച്ചതിന് ശേഷം ഓടാൻ തീരുമാനിച്ചു. സ്വോത്രം. വചനം പഠിപ്പിക്കുന്നു, ആ ഓട്ടം 40 ദിവസം അവനെ ഓട്ടിച്ചു. ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബിൽ അവനെ എത്തിച്ചു. ഹോരേബിൽ എത്തിക്കുക മാത്രമല്ല ചെയ്തത്, അടുത്തൊരു തലമുറയെ അഭിഷേകം ചെയ്യേണ്ട ദൈവിക നിയോഗത്തിലേക്ക് സ്വർഗം അവനെ കൊണ്ടുവന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ രണ്ടാമത്തെ രാത്രി ദൈവം നിന്നെ ഓടിക്കാൻ പോവുകയാണ്. ഓ റബ ശതരവന, നിന്റെ തീരുമാനങ്ങൾ മാറുന്നുണ്ടെങ്കിൽ, നിന്റെ തീരുമാനങ്ങൾ മാറാൻ തയ്യാറെങ്കിൽ, ദൈവത്തോടെടുത്ത ഉടമ്പടി ശക്തമാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഏലിയാവേ, അഭിഷേകത്തിന്റെ അടുത്തൊരു തലം ഇന്നലെ വരെ നീ ചെയ്യാത്തത്, ഓ റബ ശതരവന, ഇന്നലെ വരെ നീ ചെയ്യാത്ത ചില ശുശ്രൂഷകൾ, ഇന്നലെ വരെ നീ പറയാത്ത ചില മേഖലകൾ, ഇന്നലെ വരെ നീ ഓപ്പറേറ്റ് ചെയ്യാത്ത ചില മേഖലകൾ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി തുറക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പ്രിയ അഭിഷക്തനോട് വളരെ ശക്തമായി ദൂത് കൈമാറുന്നു. ഈ ഉപവാസം കഴിയപ്പെടുമ്പോൾ അടുത്തൊരു തലം സ്വർഗം തുറക്കുകയാണ്. ഇതുവരെയും പറയാത്ത ചില ദൂതുകൾ, ഇതുവരെയും ചെയ്യാത്ത ചില ശുശ്രൂഷകൾ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഓ, ചിലരെ അഭിഷേകം ചെയ്ത് പുറത്തെടുക്കാം, ചില തലമുറകളെ അഭിഷേകം ചെയ്ത് പുറത്തെടുക്കാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പ്രിയ അഭിഷക്തനെ പുറത്തു കൊണ്ടുവരാൻ പോകുക. ഇന്നലകൾ ചെയ്തതുപോലെയല്ല, കഴിഞ്ഞ നാളുകൾ ചെയ്തതുപോലെയല്ല, പിന്നെ അടുത്തൊരു സീസൺ.
ആ പുതപ്പിന്ന് രാത്രി അഭിഷക്തന്റെ മേൽ വീഴട്ടെ, പ്രിയ ആന്റിയുടെ മേൽ വീഴട്ടെ, കുഞ്ഞുങ്ങളുടെ മേൽ വീഴട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കട്ടെ. വായിച്ച വേദഭാഗത്തിലേക്ക് വേഗത്തിൽ നമ്മുടെ ചിന്തകളെ കൊണ്ടുവരികയാണ്. പ്രാർത്ഥനയോടെ ചലിക്കാം നമുക്ക്. AD 64-66 കാലഘട്ടങ്ങളിൽ ദൈവാത്മാവിന്റെ നിയോഗത്താൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടി, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ദൈവമനുഷ്യനാകുന്ന പത്രോസ് ലേഖനം എഴുതുമ്പോൾ വളരെ ശക്തമായി 2 ദൂതുകൾ വിളിച്ചു പറയുന്നു. ഒന്ന്, നിങ്ങളുടെ വിളി നിങ്ങൾ ഉറപ്പാക്കണം. 2, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ ഉറപ്പാക്കണം. 10-ാമത്തെ വാക്യത്തിൽ ആ 2 ദൂത്, 11-ാമത്തെ വാക്യത്തിൽ ഈ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കേണ്ടതിന്റെ ഗൗരവം എന്താണെന്ന് പത്രോസ് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്താ അവിടെ പറയുന്നേ? ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളം പ്രാപിക്കും. ഒറ്റ പദത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. വിളിയും തെരഞ്ഞെടുപ്പും നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിന്നെ തള്ളിയിടാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്നെ ഇടർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ഉലകത്തിലെ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും കഴിയത്തില്ല. എന്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയാം, ഒരുത്തൻ വിളിയും ദൈവം എന്നെ എന്തിനാണ് വിളിച്ചത്, ദൈവം എന്തിനാണ് എന്നെ തെരഞ്ഞെടുത്തതെന്ന തിരിച്ചറിവ് ഒരു മനുഷ്യൻ പ്രാപിച്ചു കഴിഞ്ഞാൽ അവനെ തള്ളിയിട്ട് കളയാൻ, അവനെ തകർത്ത് കളയാൻ, അവനെ വീഴ്ത്തിക്കളയാൻ ലൂസിഫറും അവന്റെ കൂട്ടരും ഒരുമിച്ചിറങ്ങി വന്നാലും അങ്ങനെയുള്ളവനെ തകർത്ത് കളയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു ശക്തിക്കും കഴിയത്തില്ല. പത്രോസ് മുന്നറിയിപ്പ് നൽകിയ ദൈവമക്കളെ, ഇടറിപ്പോകാതിരിക്കാൻ, വീണ് പോകാതിരിക്കാൻ നിങ്ങൾ ഇത് രണ്ടും മനസ്സിലാക്കണം. പത്രോസ് ഈ ദൂത് ദൈവസഭയ്ക്ക് കൈമാറുമ്പോൾ എന്താണ് ദൈവസഭയുടെ പ്രസന്റ് കണ്ടീഷൻ, അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഈ ദൂത് ദൈവസഭയ്ക്ക് കൈമാറുകയാണ്. നിങ്ങൾ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇടറിപ്പോകും, ഇല്ലെങ്കിൽ നിങ്ങൾ വീണു പോകും, ഇല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസ കപ്പൽ തകരും, നിങ്ങൾ പിന്മാറിപ്പോകും, നിങ്ങൾ പിന്തിരിഞ്ഞു പോകും. ഈ ദൂത് ദൈവസഭയ്ക്കകത്ത് കൈമാറുമ്പോൾ എന്താണ് ദൈവസഭയുടെ പ്രസന്റ് കണ്ടീഷൻ? ശ്രദ്ധിച്ചേ. പെന്തക്കോസ്തിന്റെ സുവർണ കാലഘട്ടമെന്ന് ചരിത്രകാരന്മാർ വിളിക്കുന്നത് ആദ്യത്തെ 100 വർഷമാണ്. ദൈവസഭയുടെ സുവർണ കാലഘട്ടം. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയാവോ? പരിശുദ്ധാത്മാവിന്റെ ആഗമനവും അനന്തര ഫലമായി യെരുശലേമിൽ ദൈവസഭയുടെ അകത്ത് നടക്കുന്ന ഉണർവും അതിൻ്റെ ആഴം വളരെ ശക്തമായിരുന്നു. ശക്തമായ ദൈവപ്രവൃത്തി യെരുശലേമിൽ ദൈവസഭയ്ക്കകത്ത് സംഭവിക്കുകയാണ്. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ദൈവസഭയുടെ സുവർണ കാലഘട്ടമെന്ന് ആദ്യത്തെ 100 വർഷത്തെ വിളിക്കാൻ കാരണം പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെട്ട ഉണർവാണ്. ഒരാമയം പറഞ്ഞാട്ടെ. ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കാം. ഈ ഉണർവ് പരിശുദ്ധാത്മാവിലൂടെ യെരുശലേമിലെ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? ശ്രദ്ധിച്ചേ. യെരുശലേമിലെ ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ ഉണർവ് വെളിപ്പെട്ടപ്പോൾ 5 കാര്യങ്ങളാണ് സംഭവിച്ചത്. 5 കാര്യങ്ങൾ.
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 44 മുതൽ താഴോട്ട് നമ്മൾ വായിക്കപ്പെടുമ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാനും കഴിയുന്ന 5 കൂട്ടം കാര്യങ്ങളാണ്. നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുത്തോ. സ്വത്രം വായിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടാം. 5 കാര്യങ്ങൾ. അതിൽ ഒന്ന്, ഉണർവ് വെളിപ്പെട്ടപ്പോൾ ഒന്നാമത് സംഭവിച്ചത് ദേശത്തെല്ലാം ദൈവഭയം നിറഞ്ഞു. ഓ സ്വത്രം സ്വത്രം. 2, ഉണർവ് ദൈവസഭയ്ക്ക് വെളിപ്പെട്ടപ്പോൾ രണ്ടാമത് സംഭവിച്ചത് അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ തുടങ്ങി. 3, ഉണർവ് ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടപ്പോൾ, പരിശുദ്ധാത്മാവിലൂടെ ഉണർവ് വെളിപ്പെട്ടപ്പോൾ മൂന്നാമത് സംഭവിച്ചത് ദൈവജനം അതുവരെയും അനുഭവിച്ച സാമ്പത്തികമായ ഞെരുക്കത്തിന്റെ കെട്ട് സ്വർഗം പൊട്ടിച്ചു. 4, വിശുദ്ധ വേദപുസ്തകം അവിടെ നിങ്ങൾ പഠിക്കണം. അവിടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന അടുത്ത 4-ാമത്തെ കാര്യം, ദിനം പ്രതി അവർ ആരാധനയ്ക്ക് വന്നുകൂടി. അർത്ഥം ഇത്രയുള്ളൂ, നിലയ്ക്കാത്ത ആരാധനകൾ. എല്ലാ ദിവസവും സഭയ്ക്കകത്ത് ആരാധനയാ, എല്ലാ ദിവസവും പ്രാർത്ഥനയാ, എല്ലാ ദിവസവും വചനമാ, എല്ലാ ദിവസവും ആരാധന, നിലയ്ക്കാത്ത ആരാധന. പ്രൈസ് ഗോഡ്. 5, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി ആലയത്തിൽ ചേർത്ത് കൊണ്ടിരുന്നു. അർത്ഥം ഇത്രയുള്ളൂ, എല്ലാ ദിവസവും സ്നാനം നടക്കുകയാണ്. ഉണർവ് വെളിപ്പെട്ടപ്പോൾ, യെരുശലേമിൽ ഉണർവ് വെളിപ്പെട്ടപ്പോൾ ഈ 5 കാര്യങ്ങൾ സഭയ്ക്കകത്ത് നടന്നു, ദേശത്തിനകത്ത് നടന്നു. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രവചിക്കുന്നു, ഈ സഭയ്ക്കകത്ത് ഇങ്ങനെ ഒരു ഉണർവിൻ്റെ കാറ്റ് വീശിയാൽ, ഇങ്ങനെ ഒരു കാറ്റ്, ഇങ്ങനെ ഒരു തലം ഈ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടാൽ ഈ 5 കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചാൽ എത്ര പേര് ചേർന്നാമേ പറയും? ദേശത്ത് ദൈവഭയം നിറയപ്പെട്ടാൽ അനേകർ ദൈവസന്നിധിയിൽ വന്ന് മുട്ടുകുത്തും. 2, അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പോസ്തലന്മാരിൽ സംഭവിക്കും. സംഭവിച്ചത് അതുവരെ പേടിച്ചിരുന്ന, അതുവരെ ഭയന്നിരുന്ന പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങി. രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടാൻ തുടങ്ങി. ഒറ്റ വാക്ക് ഞാൻ പറയാം, അഭിഷക്തന്മാരുടെ നിഴലിന് പോലും വില വരാൻ തുടങ്ങി. സ്വത്രം. അഭിഷക്തന്മാരുടെ നിഴലിന് പോലും വിലയുള്ളതായി മാറി. അങ്ങനെ ഒരു കാലം ഞങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് അഭിഷക്തന്മാർക്കുള്ള ദൂതാണ്. അഭിഷക്തന്മാരുടെ നിഴലിന് പോലും വില വരുന്ന ഒരു കാലം, അത് സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നു. അതുവരെ ജനം അനുഭവിച്ച സാമ്പത്തിക ഞെരുക്കത്തിന്റെ കെട്ട് സ്വർഗം പൊട്ടിച്ചു. സാമ്പത്തികമായ ഞെരുക്കം ദൈവസഭയ്ക്കകത്ത് ഒത്തിരി പോരാടി, വല്ലാത്ത പരുവായിരുന്നു. പക്ഷെ ആ കെട്ടിനെല്ലാം സ്വർഗം പൊട്ടിച്ചു. ഇപ്പൊ എല്ലാവരും നിറവുള്ളവരാ. അവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആരും മുട്ടുള്ളവരായിട്ട് ആരുമില്ല, എല്ലാവരും നിറവുള്ളവരായി മാറി. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ ദിവസവും സ്നാനം നടക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ സ്നാനപ്പെടേണ്ടതിന് വേണ്ടി സ്നാനക്കടവിലേക്ക് ഇറങ്ങി വരികയാണ്. തീർന്നില്ല, നിലയ്ക്കാത്ത ആരാധനകൾ വെളിപ്പെടുകയാണ്. ഇങ്ങനെ ശക്തമായ ഉണർവ് ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുമ്പോൾ, ഒരു ഭാഗത്ത് ഉണർവ് വെളിപ്പെടുമ്പോൾ, മറുഭാഗത്ത് ഈ ഉണർവിനെ കെടുത്തിക്കളയാൻ ഈ വർഷങ്ങളിൽ തന്നെ 3 ചക്രവർത്തിമാർ എഴുന്നേൽക്കുന്നു. അവരെഴുന്നേൽക്കുകയല്ല, സാത്താൻ അവരെ എഴുന്നേൽപ്പിച്ചു. അതിൽ ഒന്നാമത്തെ ചക്രവർത്തിയെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് ഹെരോദാവ് അന്തിപ്പാസാണ്. അവൻ എഴുന്നേറ്റു. അവൻ ദൈവസഭയെ പീഡിപ്പിക്കാൻ തുടങ്ങി. 12-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്തോത്രം, ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ട യാക്കോബ് എന്ന അപ്പോസ്തലനെ ഈ ഹെരോദാവ് അന്തിപ്പാസ് പിടിച്ചു. അവനെ കാരാഗ്രഹത്തിനകത്ത് അടച്ചു. ശേഷം വാളുകൊണ്ട് അവന്റെ കഴുത്ത് വെട്ടി അവനെ എന്നേക്കുമായി കൊന്നുകളഞ്ഞു. ഇത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന്
ഹെരോദാവ് അന്തിപ്പാസിന് മനസ്സിലായി. അവൻ അടുത്തെന്താ ചെയ്തത്? പത്രോസിനെയും പിടിച്ച്, ഏറ്റവും മുൻപിൽ നിന്ന് ദൈവസഭയെ നയിക്കുന്ന പത്രോസിനെ പിടിച്ച് ഹെരോദാവിനെ എങ്ങനെ യാക്കോബിനെ എങ്ങനെ കൊന്നോ അതുപോലെ പത്രോസിനെ കൊല്ലാൻ പദ്ധതി തയ്യാറാക്കി കാരാഗ്രഹത്തിനകത്ത് അടച്ചു. വചനം പഠിപ്പിക്കുന്നു, അവനെ കൊന്നുകളയാൻ പദ്ധതി തയ്യാറാക്കിയ തലേ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്നച്ച രാമൻ പറയണം. അവിടെ ഒരു ചോദ്യം എനിക്കുണ്ട്. യാക്കോബ് കാരാഗ്രഹത്തിനകത്ത് കുറച്ചു ദിവസം മുമ്പ് അടയ്ക്കപ്പെട്ടായിരുന്നേ. അപ്പം ദൂതൻ ഇറങ്ങിയില്ല. പക്ഷെ പത്രോസ് അടയ്ക്കപ്പെട്ടപ്പോൾ ദൂതൻ ഇറങ്ങി. എന്തോ ഈ കർത്താവിന് പാർഷ്യാലിറ്റിയാണ്, പക്ഷാഭേദമാണ്. പ്രൈസ് ഗാഡ്. എനിക്കൊരു ദൂതന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് മനസ്സിലായി. യാക്കോബിനെ വിടിവിക്കാൻ ദൈവം ദൂതനെ അയക്കാത്തതിന്റെ പുറകിലെ കാരണം, യാക്കോബ് ഇപ്പോൾ കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ട് കിടക്കുന്നത് അവനെ ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച, ഇനി അവന്റെ മുമ്പിൽ ശുശ്രൂഷ അല്പം പോലുമില്ല. ദൈവം ഏൽപ്പിച്ചത് 100% പൂർത്തീകരിച്ചിട്ട് അവൻ അതിനകത്ത് കിടക്കുന്നേ. പക്ഷേ അതേ കാരാഗ്രഹത്തിനകത്ത് പത്രോസ് കിടക്കുന്നത് അവനെ ഏൽപ്പിച്ച ദൗത്യം ഇനിയും കിടപ്പുണ്ട്. അവനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ഇനിയും കിടപ്പുണ്ട്. അവനെ കുറിച്ചുള്ള വാഗ്ദത്തം ഇനിയും അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം അവന് വേണ്ടി ദൂതനെ ഇറക്കുകയാണ്. ഒരു ദൂത് നിങ്ങളെ നോക്കി ഞാൻ പറയാം. നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ അത് നിവൃത്തിയാകാതെ ഉലകത്തിലെ ഒരു ഹേരോദ്യ ശക്തികൾക്കും നിങ്ങളെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവമക്കളെ, വാഗ്ദത്തമുള്ളവനെ പേടിപ്പിക്കാൻ മന്ത്രവാദിക്ക് കഴിയും. വാഗ്ദത്തമുള്ളവനെ ഭയപ്പെടുത്താൻ ആഭിചാരകന് കഴിയും. വാഗ്ദത്തം പ്രാപിച്ച എന്നെയും നിന്നെ വിരട്ടാൻ ഉലകത്തിലെ ശക്തികൾക്ക് കഴിയും. പക്ഷേ വിരട്ടാൻ മാത്രമേ അവർക്ക് കഴിയത്തുള്ളൂ. എന്റെ നിന്റെ രോമത്തെ തൊടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം നിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകം ആരെയോ ഭയപ്പെട്ട്, ആരെയോ പേടിച്ച് ഇതിനകത്തായിരിക്കുന്ന നിന്നെ നോക്കി ആത്മാവ് പ്രവചിക്കുന്നു. അവന്റെ പദ്ധതി തികയാതെ നിന്നെ തൊടാൻ സ്വോത്രം ഹെരോദാവ് പറയും, ഹെരോദാവ് ഭയങ്കര കോടതിയിൽ കൈവച്ച് പറയാം, ഞാൻ യാക്കോബിനെ കൊന്നു. പക്ഷെ ദൈവത്തിന് പറയാനുള്ളത്, എടാ നീ കൊന്നതല്ല, ഞാൻ ഏൽപ്പിച്ച് തന്നതുകൊണ്ടാ നിനക്കത് ചെയ്യാൻ പറ്റിയത്. ഞാൻ ഏൽപ്പിച്ച് തന്നില്ലായിരുന്നെങ്കിൽ നിനക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ദൈവം ഏൽപ്പിക്കാതെ, ദൈവം അനുവദിക്കാതെ ദൈവം അനുവദിക്കാതെ നമ്മുടെ രോമത്തെ പോലും തൊടാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവര് മാത്രം ആ കരത്തെ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാനവനുള്ള കയ്യിലിരിക്കയ ആരുമില്ലേ നീക്കു ദോഷം ചെയ്യൂല. ഓ ഞാനവനുള്ള കയ്യിലിരിക്കയ
ഇന്നെനിക്കു വന്നു നേരിടുന്നതല്ല, ഇന്നെനിക്കു വന്നു നേരിടുന്ന തന്റെ തൻഹിതമാണെന്നു ഞാനറിയുന്നു, തൻഹിതമാണെന്നു. ഓ എൻ ദൈവമേ, വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുക. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, എന്നിൽ പൂർണ്ണമാക്കണം. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ. ദൈവം അനുവദിക്കാതെ നമ്മുടെ രോമത്തെ പോലും തൊടാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി ദൂതായി പറ, ദൈവം അനുവദിക്കാതെ ഒന്നും നടക്കത്തില്ല ചാ. ഓ ഗ്ലോറി. ഇത് ഇപ്പൊ കേട്ട ആമേൻ പറഞ്ഞ് ഈ ഒരു അന്തരീക്ഷത്തിൽ ആമേൻ പറഞ്ഞൊക്കെ പോയാല് അല്ലേ, പോയാല് ക്ഷേത്രം കാണുമ്പോൾ അറിയാതെ ഗ്ലോറി രക്തം മനസ്സിനകത്ത് ഇങ്ങനെ നിന്നെ കൊല്ലും ഞാനും ചാവും എന്ന രൂപം ഇരിക്കുമ്പോ അറിയാതെ കേട്ടോ. നിങ്ങൾ ചിരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം, പലരും അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാ. സ്തോത്രം സ്തോത്രം. ഇല്ലേ, ഇങ്ങനെയൊക്കെ കേട്ട് ഈ അന്തരീക്ഷത്തിലിരുന്ന യെസ് ഞാനവനുള്ള കയ്യിലിരിക്കയ എന്ന് പാടിയാലും കാവ് കാണുമ്പോ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. കുറെ പിച്ചിപ്പൂവും കുറെ മുടിയും അല്ലേ പൊതിഞ്ഞ് വീടിനകത്ത് കൊണ്ടുവന്ന അന്നത്തോടെ സമാധാനം. ഹല്ലേലൂയ. പിന്നെ പാസ്റ്റർ പിന്നെ ഉറക്കം കാണത്തില്ല. എന്റെ പൊന്നു പാസ്റ്ററേ, ആരാധന കഴിഞ്ഞ് വന്നതും ദേ വീടിന്റെ ഫ്രണ്ടിൽ ഒരു മുട്ട. പാസ്റ്റർ ഓടി വരണം, പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ തന്നെ അത് എടുത്തോണ്ട് പോകണം. ഞാൻ എടുക്കില്ല, ഞാൻ എടുക്കില്ല. പക്ഷെ പാടിയതോ ഞാനവനുള്ള. അപ്പൊ ഈ പാടിയെങ്കിലും ഈ പാടിയ സാധനം അകത്ത് കേറിയിട്ടില്ല. ഇതകത്ത് കേറാതെ ചുമ്മാതാ പാടിയ. ഞാൻ പറയാം, ഈ പരിപാടി ഇന്നത്തോടെ തീരുകയാണ്. എന്റെ അകത്തിരിക്കുന്നവൻ ലോകത്തെക്കാൾ വലിയവനാണ്. ഓ, എന്റെ അകത്തിരിക്കുന്നവൻ ലോകത്തെക്കാൾ, ലോകത്തിലെ സകല ശക്തികളെ പാസ്റ്റർ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാല് അത് കാണുമ്പോ ഒരു പേടി. ആരാ പേടിക്കാത്ത? ഇല്ല പാസ്റ്റർ, ഇതൊക്കെ കണ്ട ആരാ പേടിക്കാത്ത? പക്ഷെ കൃപയുള്ളവൻ പറയും, ഈ ഇപ്പോ മനുഷ്യൻ ചെയ്തു വച്ചിരിക്കുന്നതെല്ലാം യേശു ക്രൂശിൽ കയറുന്നതിന് മുമ്പുള്ള സാത്താന്റെ രൂപമാണ്. ദൂത് കിട്ടിയ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സകല സംഭവങ്ങളും യേശു ക്രൂശിൽ കയറുന്നതിന് മുമ്പുള്ള സാത്താന്റെ രൂപമാണ്. സ്തോത്രം സ്തോത്രം. യേശു ക്രൂശിൽ കയറിയതിന് ശേഷം എന്താ സംഭവിച്ചത്? അവന്റെ ആയുധത്തെ താഴെ വയ്പ്പിച്ചിട്ട് അവന്റെ തലയെ കർത്താവ് ക്രൂശിൽ വെച്ച് തകർത്ത് അതിന്റെ മേൽ അവൻ ജയോത്സവം കൊണ്ടാടി.
ആത്മാർത്ഥമായി പറയട്ടെ, നിങ്ങൾ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, ഈ സാത്താന്റെ പഴയ രൂപമില്ലേ, പഴയ രൂപം, യേശു ക്രൂശിൽ കയറുന്നതിന് മുമ്പുള്ള പഴയ രൂപം, ആ ഫോട്ടോയാ ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്നത്. രാമൻ പറ, ആ അതേ ഫോട്ടോ. പിന്നെ നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന യേശുവിന്റെ ഫോട്ടോ എങ്ങനെയാണെന്നറിയാം? ചില CSI കാരുടെ വീട്ടിൽ പോയാൽ അറിയാം, ഈ നെഞ്ചിൽ ആപ്പിൾ വെച്ചിരിക്കുന്ന യേശു. നിങ്ങളെ വീട്ടിൽ ഉണ്ടായിരുന്നോ കലണ്ടർ? നെഞ്ചിൽ ആപ്പിൾ, ഇങ്ങനെ ആ നെഞ്ചിൽ ആ ആപ്പിളിന്റെ പുറത്തൂടെ ഇങ്ങനെ 2-3 തുള്ളി. സ്വോത്രം പറഞ്ഞാട്ടെ. അടുത്ത യേശു പാറയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന യേശു. നിങ്ങൾ കണ്ടുണ്ടോ? എനിക്ക് ഞങ്ങളുടെ അവിടെയൊക്കെ പല വീടുകളിലുണ്ട്, ഇപ്പൊ ഒന്നും ഇല്ല, അതെല്ലാം എടുത്ത് കളഞ്ഞ. പാറയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന യേശു. പിന്നെ വളരെ ശോകാർദ്രമായി ഇങ്ങനെ 2 എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന യേശു. ഗ്ലോറി, വിക്ടറി, കാൽവറി. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന ഫോട്ടോ യേശുവിന്റെ ഈ ദയനീയമായ ഫോട്ടോയാ പാസ്റ്റർ. മറ്റവന്റെ ഫോട്ടോയോ? ആ ഫോട്ടോയോ ഇരിക്കുന്നത് മനസ്സിനകത്ത്. യേശുവിന്റെ ഫോട്ടോയോ? അയ്യോ, സ്വോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന അറിയോ? യേശുവിന്റെ സാന്നിധ്യം ഇവിടെ വന്ന് ഇറങ്ങുകയാണ് എന്ന് പറയുമ്പോ ഒരനക്കോ ഇല്ല. കാരണം അകത്തിരിക്കുന്ന രൂപ, അയ്യോ പാവ യേശു. പക്ഷെ അതിന്റെ നടുവിൽ സാത്താൻ ഇളകട്ടെ, ഉടനെ മിണ്ടാതിരിക്കുന്ന വിശ്വാസി. കാരണം വിശ്വാസിയുടെ അകത്തിരിക്കുന്നത് ആ രൂപ സാത്താന്റെ പഴയ രൂപമാണ്. എന്റെ പൊന്നുപ്രിയരെ, ആത്മാർത്ഥമായി പറയാം, യേശുവിന്റെ ആ പഴയ ഫോട്ടോ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്ന് ഇന്ന് വലിച്ചു കീറണം. വലിച്ചു കീറി നിങ്ങൾ പുറത്തു കളയണം. ഇപ്പോൾ യേശുവിന്റെ രൂപം എങ്ങനെയാ? പത്മോസിന്റെ ദ്വീപിൽ ഏകാന്തനായി കിടക്കുന്ന ദൈവമനുഷ്യനാകുന്ന യോഹന്നാൻ കർത്തൃദിവസത്തിൽ ആത്മവിവശനാകുമ്പോൾ അവൻ കാണുന്നൊരു കാഴ്ചയുണ്ട്. 7 നക്ഷത്രത്തെ വലം കയ്യിൽ പിടിച്ച്, ഓ മാറത്തു പൊൻകച്ച കെട്ടിയവൻ, തലമുടി ഹിമം പോലെ വെളുത്തവൻ, കാലുകൾ ഉലയിൽ ചുട്ടു പഠിപ്പിച്ച വെള്ളോട്ടിന് സദൃശം, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ. ഓ ഈ ദൂതകത്ത് കയറട്ടെ, ഈ വെളിപ്പാട് അകത്ത് കയറട്ടെ. ഓ റബബബ ശദരദര തുരബരബരബ ശദരദര. അകത്ത് കയറട്ടെ. ആ തിരിച്ചറിവോടെ ആരാധിക്ക്. ഈ ദൈവപ്രിയ ഞാനും ആരാധിക്കുന്ന, നീ ആരാധിക്കുന്ന, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, യഹൂദാ ഗോത്രത്തിലെ സിംഹം. ഇന്ന് രാത്രി അവനെയാണ് നാം നിങ്ങളും ആരാധിക്കുന്നത്. ഈ വെളിപ്പാടിന് തലമുറ എഴുന്നേക്കട്ടെ. ഈ വെളിപ്പാടിന് തലമുറ എഴുന്നേക്കട്ടെ. ഇന്നലെ വരെ ഭയപ്പെട്ട മേഖലകൾ, ഇന്നലെ വരെ പേടിച്ച മേഖലകൾ ഇല്ല. കൃപ കൃപ എന്നാർത്തുകൊണ്ട് ഓ റബബബ ശദര. ഈ തിരിച്ചറിവിലേക്ക് നിങ്ങൾ ഇന്ന് രാത്രി കയറി വന്നാൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളിയെ ഞങ്ങൾ ശാസിക്കേണ്ട കാര്യമില്ല. ഈ തിരിച്ചറിവിലേക്ക് നിങ്ങൾ കയറി വന്നാൽ ഈ ആരാധനയ്ക്ക് ആശീർവാദം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ അധികാരത്തോടെ എഴുന്നേറ്റ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന മതിലിനെ നിങ്ങൾ ചാടിക്കടക്കുക. വീഴുന്നത് സാത്താൻ അടച്ചു കളഞ്ഞ കണ്ണുകൾ,
സാത്താൻ അടച്ചു കളഞ്ഞ കണ്ണുകൾ ഇന്ന് രാത്രി ദൈവം തുറക്കട്ടെ. യെസ്, ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ഇതിനകത്ത് ഒരു സൈന്യത്തെ സ്വർഗം ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കുകയാണ്. സാത്താനെ തോൽപ്പിക്കാൻ കഴിയാത്ത അവന്റെ പദ്ധതികളെ പൊളിക്കുന്ന ആത്മാവ് വളരെ ശക്തമായി പ്രവചിക്കുന്നു കേട്ടോ. ചില കുഞ്ഞുങ്ങളെ നോക്കി, മക്കളുമാരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പ്രവചിക്കുന്നു. ഈ ദൂത് നിങ്ങളുടെ അകത്ത് ദൈവം തിരികെ കയറ്റിയിട്ട് നിന്നെ ദൈവം ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കുകയാണ്. നിന്റെ അപ്പനെ തകർത്ത, നിന്റെ അമ്മയെ തകർത്ത, നിന്റെ വീടിനെ മുടിച്ചു കളഞ്ഞ, നിന്റെ ദേശത്തിനകത്ത് നിന്റെ കുടുംബത്തെ ഒരു നിന്നാപാത്രമാക്കി കളഞ്ഞ, നാണക്കേടാക്കി മാറ്റിക്കളഞ്ഞ ആ ശക്തിയെ ഇന്ന് രാത്രിയിൽ നീ അധികാരത്തോടെ അത് സ്വീകരിക്കുക. മാറത്ത് പൊൻകച്ച കെട്ടിയവൻ നിനക്ക് വേണ്ടി ഇറങ്ങുകയാണ്. അവൻ നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. അവൻ നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. ഇന്നലെ വരെ നീ ഒതുങ്ങിയിരുന്നു. ഇന്നലെ വരെ നീ മാറിയിരുന്നു. ഇന്നലെ വരെ നീ ഉറങ്ങിയിരുന്നു. ഇന്നലെ വരെ നീ ഉദാസീനനായിരുന്നു. ഇന്നലെ വരെ മടിയനായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുന്നു. ഇത് നിന്റെ സമയമാണ്. ഇത് നിന്റെ സീസണാണ്. ഇത് നിന്റെ പുറപ്പാടിന്റെ സമയമാണ്. എഴുന്നേൽക്കുക. നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടേണ്ട വാഗ്ദത്തങ്ങളെ, പ്രാർത്ഥനയുടെ മറുപടികളെ, നന്മകളെ, സമാധാനത്തെ, സ്വസ്ഥതയെ, നീ അനുഭവിക്കേണ്ട സകലതിനെയും തടസ്സം ചെയ്യുന്ന ചില ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യത്താൽ, അധികാരത്തിന്റെ ശക്തിയാൽ ആത്മാവ് പുറത്താക്കുകയാണ്. നീ ഇവിടെ ആരാധിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ മഹത്വം നിന്റെ കൂടാരത്തിനകത്തുറങ്ങുന്നു. നിന്റെ അതിരിനകത്തുറങ്ങുന്നു. നിന്റെ മണ്ണിനകത്ത്, നീ പാർക്കുന്ന മണ്ണിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു. ആ പാരമ്പര്യമായ ശാപത്തിന്റെ അടിവേരിനെ സ്വർഗം പൊളിക്കുകയാണ്. സാത്താനെ, നിന്റെ കാലം കഴിഞ്ഞു. നിന്റെ സമയം കഴിഞ്ഞു. നിന്റെ നിമിഷങ്ങൾ കഴിഞ്ഞു. ഇനി വാഗ്ദത്തമുള്ള തലമുറ. ആ അധികാരം നിന്റെ മേൽ വീഴുകയാണ്. യെസ്, ആ പാരമ്പര്യ ശക്തിയെ നിന്നെ കഴിഞ്ഞ മണിക്കൂർ വരെ പിന്തുടർന്ന, നിന്റെ കുടുംബത്തെ പിന്തുടർന്ന, നിന്റെ തലമുറകളെ പിന്തുടർന്ന, നിന്റെ നന്മയെ പിന്തുടർന്ന, നീ പോലും അറിയാതെ അദൃശ്യ മണ്ഡലങ്ങൾ നിന്നെ പിന്തുടർന്ന ആ ശക്തിയെ സ്വർഗം വെട്ടിയിരിക്കുകയാണ്. സ്വർഗം വെട്ടിയിരിക്കുകയാണ്. സ്വർഗം വെട്ടിയിരിക്കുകയാണ്. പത്രോസിന്റെ വിടുതലിനെ ഒന്ന് തൊടാൻ നിയോഗമുണ്ട്. പത്രോസ് കാരാഗൃഹത്തിനകത്ത് കിടക്കുക. വചനം പഠിപ്പിക്കുന്നു, അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭ. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ദൈവസഭ. ഒന്നുകൂടെ ഞാൻ കയറ്റി പറയാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭ. പാസ്റ്ററെ, പത്രോസ് കാരാഗ്രഹത്തിനകത്ത് കിടന്നപ്പോൾ പ്രാർത്ഥിച്ചൊരു ദൈവസഭയെ കുറിച്ച് അവിടെ എഴുതിയത് കൊണ്ട് നമുക്കറിയാം. പക്ഷേ ആ ഭാഗം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ പറയാം,
പത്രോസ് കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ട് കിടന്നപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിച്ച അതേ സഭ തന്നെ യാക്കോബും കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ച് കാണതില്ലേ? കൂടെയുള്ളവരാ. പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ച അതേ സഭ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, യാക്കോബ് അച്ഛ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ ഇതേ സഭ യാക്കോബിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന സഭയെന്ന് ദൂത് പറയാനാണ് ഞാൻ വരുന്നത്. യാക്കോബിന് വേണ്ടിയും പ്രാർത്ഥിച്ച. എന്തായിരിക്കും പ്രാർത്ഥിച്ചേ? ഒറ്റ പ്രാർത്ഥന, ദൈവമേ വിടുതലോടെ അവനെ പുറത്തു കൊണ്ടുവരണേ, വിടുതലോടെ പുറത്തു കൊണ്ടുവരണേ. പക്ഷെ എൻ്റെ ചോദ്യം, വിടുതലോടെ പുറത്തു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിച്ച സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടത് വിടുതലല്ല. സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടത് തലയില്ലാത്ത ചേതനയറ്റ ശരീരമാണ്. സ്വോത്രം. നിങ്ങൾ ചിന്തിച്ചേ, മാനുഷികമായ ചിന്തയിൽ ചിന്തിച്ചാൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് പ്രതീക്ഷിച്ച മറുപടി അല്ല ആൻറ്റി കിട്ടിയേ. ആണോ കിട്ടിയേ? വിടുതല പ്രതീക്ഷിച്ചേ. പക്ഷെ കിട്ടിയതോ വിടുതലല്ല, മരണമാ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചേ, പത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കുമ്പോൾ സഭ ഒരുമിച്ച് തീരുമാനിച്ചില്ല, എന്തായാലും പ്രാർത്ഥിച്ചിട്ട് പ്രതീക്ഷിച്ച വിടുതൽ കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇനി പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല അവർ തീരുമാനിച്ചേ. പ്രതീക്ഷിച്ച മറുപടി യാക്കോബിന്റെ വിഷയത്തിനകത്ത് അവർക്ക് കിട്ടിയില്ലെങ്കിലും പത്രോസിന്റെ വിഷയമായപ്പോൾ മടുത്തു പോകാതെ പിന്നെയും മുട്ടുമേരിക്കുക, പിന്നെയും പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുക, പിന്നെയും കരയാൻ തീരുമാനമെടുക്കുക, പിന്നെയും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി തീരുമാനിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. ഞാനൊരു ദൂത് പറഞ്ഞോട്ടെ, ആത്മഭാരത്തോടെ ഒരു ദൂത് പറഞ്ഞോട്ടെ. പ്രതീക്ഷിച്ച പ്രാർത്ഥനയ്ക്കകത്ത് പ്രതീക്ഷിച്ച മറുപടി ലഭിച്ചില്ലെങ്കിലും മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ പിന്നെയും പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ ഈ കാലഘട്ടത്തിലും ദൈവത്തിന് ആവശ്യമുണ്ട്. ഇതിനകത്തു നിന്ന് ആരെങ്കിലും എഴുന്നേക്കാൻ തയ്യാറെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം നിന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഇതെല്ലാവർക്കുമുള്ള ദൂതല്ല കേട്ടോ, ഇതെല്ലാവർക്കുമുള്ള ദൂതല്ല. ഇത് ദൈവത്തിന്റെ ആത്മാവ് സ്പെസിഫൈ ചെയ്ത് സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു കൂട്ടത്തെ ഈ ദൈവസഭയ്ക്കകത്തു നിന്ന് ഇന്ന് രാത്രി സ്വർഗം അഭിഷേകം ചെയ്ത് പുറത്തെടുക്കുകയാണ്. പ്രതീക്ഷിച്ച മറുപടി കിട്ടിയില്ലെങ്കിലും മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, വേദനിച്ചു പോകാതെ, പുറപുറത്തു പോകാതെ പിന്നെയും വില കൊടുത്തു പ്രാർത്ഥിക്കുന്ന ആത്മഭാരമുള്ള ഒരു തലമുറയെ ദൈവത്തിന് ആവശ്യമുണ്ട്, ദൈവത്തിന് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ കൃപ. ഓ ജീസസ്. മടുത്തു പോകാതെ പ്രാർത്ഥിച്ച സഭ. പറയട്ടെ, മടുത്തു പോകരുത് ആൻറ്റി, അങ്കളെ മടുത്തു പോകരുത് കേട്ടോ, അമ്മ മടുത്തു പോകരുത്, മടുത്തു പോകരുത് കേട്ടോ. പ്രതീക്ഷിച്ച മറുപടി നിനക്ക് കിട്ടിയില്ലെന്ന് ചിന്തിച്ച് നീ പ്രാർത്ഥന നിർത്തിക്കളയരുത് കേട്ടോ. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞൊരു ദൂതുണ്ട്. ദൈവത്തിന്റെ അരുളപ്പാട്, നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ. ഭരത് പ്രാർത്ഥന മതിയാക്കിയ സത്യം പറയുക. പള്ളിയിൽ വരുന്നേ ഉള്ളൂ, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി ഞാൻ ഉപവസിക്കുന്നില്ല, ഇനി ഞാൻ ആരാധിക്കത്തില്ല, ഇനി പഴയതുപോലെ ഞാൻ വില കൊടുക്കത്തില്ല. ഓ സ്വത്രം, ഇനി എന്നെ അതിനൊന്നിനും കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ബാക്ക് വലിഞ്ഞ് പരന്നിപ്പുണ്ട്. പക്ഷെ ബാക്ക് വലിഞ്ഞ് പരന്നിക്കുമ്പോ
അടുത്തൊരു തലമുറയെ ദൈവം നോക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചിന്തിക്കാതെ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു തലമുറയെ എന്റെ ദൈവം അന്വേഷിക്കുന്നുണ്ട്. യഹോവയിൽ നിന്ന് എന്ത് കിട്ടുമെന്നല്ല, യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു തലമുറ. അവരെ നോക്കി ആത്മാവ് പ്രവചിക്കുന്നു, അവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ. ഞാൻ എടുത്ത ദൂത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ദൈവത്തിന് എന്ത് പറയാനുണ്ടോ അത് ദൈവം പറയട്ടെ. ദൈവത്തിന് എന്ത് ചെയ്യാനുണ്ടോ അത് പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ. ആത്മാർത്ഥമായി പറയാം, യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, യഹോവയിൽ നിന്ന് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. യഹോവയിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവൻ അത് കിട്ടാതെ വരുമ്പോൾ മനസ്സ് ക്ഷീണിക്കും, അത് കിട്ടാതെ വരുമ്പോൾ മനസ്സ് തളരും, അത് കിട്ടാതെ വരുമ്പോൾ മരുഭൂമിയിൽ ഇസ്രായേലിനെ പിറുപിറുത്തതുപോലെ പിറുപിറുക്കും, ദൈവത്തെ പരീക്ഷിച്ചതുപോലെ പരീക്ഷിക്കും. എന്നാൽ ഒരു കൂട്ടം അതിന്റെ നടുവിലുണ്ട്. അവർ ദൈവത്തിൽ നിന്നും വരുന്നതിനെയല്ല കാത്തിരിക്കുന്നത്, അവർ യഹോവയെ കാത്തിരിക്കുന്നവർ. അവർ ക്ഷീണിക്കത്തില്ല, അവർ തളർന്നു പോകത്തില്ല, അവർ പിറുപിറുക്കത്തില്ല, അവർ നിരാശപ്പെട്ടു പോകത്തില്ല, അവർ പിന്നോക്കം പോകത്തില്ല. അവർ ശക്തിയെ പുതുക്കി കഴുകന്മാരെ പോലെ ചിറകടിച്ച്. ഈ ദൂതാരോ പിടിക്കുന്നുണ്ട് കേട്ടോ, ഈ ദൂതാരെ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ, ഈ ദൂതിനാരോ ആമേൻ പറയുന്നുണ്ട്. ദൈവമേ, എനിക്ക് നിന്നിൽ നിന്നുള്ളതല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് നിന്നെയാണ്, എനിക്ക് വേണ്ടത് നിന്നെയാണപ്പാ, എനിക്ക് വേണ്ടത് നിന്നെയാണ്. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം വെള്ളത്തിനായല്ല ദാഹിക്കുന്നത്, ഒരു നന്മയ്ക്ക് വേണ്ടിയല്ല ദാഹിക്കുന്നത്, എൻ്റെ ഉള്ളം നിനക്ക് വേണ്ടി ദാഹിക്കുകയാണ്. യഹൂദ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ ദാവീദിന് പറയാനുള്ളത്, ഈ മരുഭൂമിയിൽ പാർക്കുന്ന എനിക്ക് സാഹചര്യം പ്രതികൂലമാണെങ്കിലും, അവസ്ഥകൾ വഷളാണെങ്കിലും, അവസ്ഥകൾ ചൂട് നിറഞ്ഞതാണെങ്കിലും, അവസ്ഥകൾ വെള്ളമില്ലാത്ത സാഹചര്യമാണെങ്കിലും, കർത്താവേ, എനിക്ക് പറയാനുള്ളത്, നീ ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും എനിക്കിതിനകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. ചൂടാണെങ്കിലും ജീവിക്കാം, വെള്ളമില്ലെങ്കിലും ജീവിക്കാം, കൂട്ടുകാരും നാട്ടുകാരും സ്നേഹിതരും വീട്ടുകാരും ഇല്ലെങ്കിലും ജീവിക്കാം, പക്ഷേ നീ ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും എനിക്ക് ഈ മരുഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി തട്ടി എഴുന്നേൽപ്പിക്കുക. ആ പ്രാർത്ഥനയുടെ ആത്മാവിനെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ പകരുകയാണ്. രാത്രികളെ പകലാക്കി മാറ്റി മുഴങ്കാൽ നിന്ന് യേശുവേ എന്ന് നിലവിളിച്ച് ദൈവത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തലമുറയെ സ്വർഗം എഴുന്നേൽപ്പിക്കുന്നു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവര് പ്രാർത്ഥിച്ച ദൈവസഭയുടെ മുമ്പിൽ വാതിൽക്കൊരു മുട്ട് കേൾക്കുന്നുണ്ട്. രോധ പോയി കതക് തുറന്നു. പത്രോസാ നിൽക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ വചനം പഠിപ്പിക്കുന്നു, സഭ അത് വിശ്വസിച്ചില്ല. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച വിഷയം മുൻപിൽ വന്ന് നിൽക്കുന്നുണ്ട്. മുമ്പിൽ വന്ന് നിന്നിട്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ദൈവം ചെയ്യുമെന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി ദൂത് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ
നിങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ മറുപടി ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്നാൽ ഒറിജിനലാണോ റിയലാണോ സ്തോത്രം ഇല്ലയോ എന്ന് വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പാടത്തില്ലേ, സ്വപ്നം കാണും പോലെ വാതിലും വഴികളും തുറന്നു തന്നോനേ ആരാധിക്കും. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനേ. വിശ്വസിക്കുന്നവർ മാത്രം പാടിയേ, സ്വപ്നം കാണും. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും എന്നേരെ വന്നതാ വാക്കിൽ നന്ദിനാ തകർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. എന്നേരെ വന്നതാ വാക്കിൽ നന്ദിനാ തകർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ള നടത്തിടും ഭുജബലത്താ. ഇനിയുള്ള ഒരുമിച്ച് കരമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാ വിശുദ്ധ കരമുയർത്തി നാമം തുറന്ന് ഹല്ലേലൂയ അത് സംഭവിക്കുന്നു. വിശ്വസിക്കുവാൻ കഴിയാത്ത നിലകളിൽ ഒരു വലിയ വാതിൽ സ്വർഗ്ഗം നിനക്ക് വേണ്ടി തുറക്കുന്നു. ഈ ആരാധനയ്ക്ക് ആശീർവാദം പറയുന്നതിന് മുൻപ് നിന്റെ ജീവിതത്തിനകത്ത് അത് സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് വെളിപ്പെടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ ഡിക്ഷണറിക്കകത്ത് അസാധ്യമെന്നൊരു വാക്കില്ല. ദൈവത്തിന്റെ ഡിക്ഷണറിക്കകത്ത് അസാധ്യമെന്നൊരു പദമില്ല.
ആ ഡിക്ഷണറിക്കകത്തുള്ളത് എന്റെ ദൈവത്താൽ സകലതും, എന്റെ ദൈവത്താൽ സകലതും, എന്റെ ദൈവത്താൽ സകലതും. ഉറക്കെ പറ, എന്റെ ദൈവത്താൽ സകലതും, എന്റെ ദൈവത്താൽ സകലതും സാധ്യം. നമ്മുടെ ഡിക്ഷണറിക്കകത്ത് എല്ലാം ഉള്ളത് നെഗറ്റീവ് സംഭവം. നമ്മുടെ ഡിക്ഷണറിക്കകത്തുള്ളത് എല്ലാം അസാധ്യമാവും, അസാധ്യമാവും, അസാധ്യമാണ്. പക്ഷെ ദൈവത്തിന്റെ ഡിക്ഷണറിക്കകത്ത് സകലതും സാധ്യം. കാരാഗ്രഹത്തിനകത്ത്, സെല്ലിനകത്ത് പത്രോസ് അടയ്ക്കപ്പെട്ട് കിടക്കുന്നു. നന്നാലി ചേവകർ അവനെ കാക്കേണ്ടതിന് വേണ്ടി അവന്റെ കൂടെ നിൽക്കുന്നുണ്ട്. പ്രിയരെ, പത്രോസിന്റെ ആ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു ദൈവപ്രവൃത്തിക്ക് ഒരു സാധ്യതയുമില്ലാത്ത സമയം, സ്ഥലമാണ്. ഒരു സമയം കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന പത്രോസിനെ കാക്കേണ്ടതിന് വേണ്ടി 4 പേരാണ്. അതിനെക്കുറിച്ച് ഞാനൊന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് കാരാഗ്രഹത്തിനകത്ത് പത്രോസ് കിടപ്പുണ്ട്, പത്രോസുണ്ട്. അവനെ കാക്കുന്ന 4 പേരിൽ 2 പേരുടെ ഡ്യൂട്ടി ഈ സെല്ലിന്റെ പുറത്ത് നിന്നിട്ട് അകത്തേക്ക് ഇവനെ നോക്കി നിൽക്കുക. സെല്ലിന്റെ പുറത്ത് ആയുധങ്ങളുമായി നിന്ന് ഈ കുറ്റവാളിയാകുന്ന വ്യക്തിയെ പുറത്തു നിന്ന് അകത്തേക്ക് നോക്കി നിൽക്കുക. ഇതാ 2 പടയാളികളുടെ ഡ്യൂട്ടി. അടുത്ത് 2 പടയാളികളുണ്ട്. അവരുടെ ഡ്യൂട്ടി എന്തെന്നറിയാവോ? കുറ്റവാളിയെ നടുക്ക് നിർത്തി ശേഷമുള്ള 2 പടയാളികളും അപ്പുറവും ഇപ്പുറവും നിൽക്കും. എന്നിട്ട് വലതുഭാഗത്ത് നിൽക്കുന്ന പടയാളി ഈ കുറ്റവാളിയുടെ വലത് കൈ ചങ്ങല കൊണ്ട് ബന്ധിക്കും. ചങ്ങല കൊണ്ട് വലത് കൈ ബന്ധിച്ചിട്ട് ആ ചങ്ങലയുടെ അങ്ങേയറ്റം ആ പടയാളിയുടെ ഇടത് കൈയുമായി ബന്ധിക്കും. മനസ്സിലായെങ്കിൽ ആമേൻ പറഞ്ഞു. മനസ്സിലായില്ല? മനസ്സിലായോ? ഇല്ലേ? മനസ്സിലായി? 2 പിള്ളേർ ഓടി വാടാ, 2 മക്കളുമാർ ഓടി വാ, 2 മക്കളുമാർ ഓടി വാടാ. നീ ഇപ്പുറത്ത്, ഞാൻ പത്രോസാന്ന് വിചാരിക്കേ. 2 പടയാളികൾ മുമ്പിൽ നിന്ന് അകത്തോട്ട് നോക്കി നിൽക്കുന്നുണ്ട് സെല്ലിനെ. 2 പടയാളികൾ കുറ്റവാളിയാകുന്ന പത്രോസാകുന്ന എൻ്റെ വലത് വിടത് നിൽക്കുന്നുണ്ട്. ഈ വലത് നിൽക്കുന്ന പടയാളി ചെയ്യുന്നത് എൻ്റെ ഈ വലത് കയ്യിൽ ചങ്ങല ബന്ധിക്കും. ചങ്ങല ബന്ധിച്ചിട്ട് അതിൻ്റെ അങ്ങേയറ്റം ആ പടയാളിയുടെ ഇടത് കൈയുമായി ബന്ധിക്കും. മോനെ, എൻ്റെ കൈ ചേർത്ത് പിടിച്ചോ നീ. എൻ്റെ വലത് കൈയിലെ ചങ്ങലയുടെ അറ്റം മറ്റേ അറ്റം അവൻ്റെ ഇടത് കൈയുമായി ബന്ധിക്കും. പ്രൈസ് ഗോഡ്. ഇടനിൽക്കുന്ന പടയാളി ചെയ്യുന്നത് ആ പടയാളിയുടെ വലത് കൈ കുറ്റവാളിയുടെ ഇടത് കൈയുമായി ബന്ധിക്കും. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ആശയം ഇത്രയേ ഉള്ളൂ. ഈ നടുവിൽ നിൽക്കുന്ന കുറ്റവാളിയാകുന്ന ഞാൻ ഒന്ന് അനങ്ങിയാൽ ഇവര് 2 പേരും അറിയും. തീർന്നില്ല. 2 പേര് അപ്പത്തുനിന്ന് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഒറ്റ പദം ഞാൻ പറയാം, ഈ സാഹചര്യത്തിനകത്ത് ഒരു ഈച്ചയ്ക്ക് പോലും കയറി വരാൻ പറ്റത്തില്ല. മക്കളെ പോയിരുന്നോ? ഈ സാഹചര്യത്തെ നോക്കി ലോകം പറയും ഇനി ഒരു സാധ്യത, ഇനി അസാധ്യമാണ്. കാരണം പൂട്ട് വീണു. ഇനി ഈ പൂട്ട് പൊട്ടിച്ച് വരാൻ പത്രോസിന് പറ്റത്തില്ല. ഈ സാഹചര്യത്തിന്റെ നടുവിൽ വചനം പഠിപ്പിക്കുന്നു, ആ രാത്രിയിൽ ദൂതൻ ഒരു സാധ്യതയുമില്ലെന്ന് ലോകം പറഞ്ഞെങ്കിൽ ആ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിനകത്ത്
ഒരു വലിയ വെളിച്ചം പ്രകാശിച്ചു. ദൂതൻ പത്രോസിനെ നോക്കുമ്പോ പത്രോസ് എന്ത് ചെയ്യാ? പറ ഉറക്കെ. നിങ്ങൾ ക്ഷീണിച്ചില്ലല്ലോ. പത്രോസ് എന്ത് ചെയ്യാ? ദൂതൻ എന്താ ആദ്യം ചെയ്തതെന്നറിയോ? ദൂതൻ ആദ്യം ചെയ്തത് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി അവനെ എഴുന്നേൽപ്പിച്ചു. പത്രോസിന്റെ വിലാപ്പുറത്ത് ദൂതൻ തട്ടിയപ്പോൾ പത്രോസ് എഴുന്നേറ്റു. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, പത്രോസ് ഇപ്പോൾ കിടക്കുന്നത് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട. രാമൻ പറഞ്ഞോട്ടെ, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട. ദൂതന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് പത്രോസിന്റെ അടുക്കൽ വന്നിട്ട് ഈ ചങ്ങല ആദ്യം ഉരുമി പൊട്ടിക്കും. എന്നിട്ട് ശേഷം ഞാൻ അവനെ തട്ടി എഴുന്നേൽപ്പിക്കണ്ടേ, വാ പോവാ, സ്വത്രം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൂതൻ ചെയ്തത് ഇറങ്ങി വന്നുടനെ ചങ്ങല പൊട്ടിക്കുകയല്ല. ദൂതൻ ഇറങ്ങി വന്നുടനെ ആദ്യം ചെയ്യുന്നത് പത്രോസിനെ ഉണർത്തുകയാണ്. അവിടെ ഒരു വചനം എങ്ങനെ പറയുന്നു പാസ്റ്ററെ? ദൂതൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി അവനെ ഉണർത്തി. പത്രോസ് ഉണർന്ന ഉടനെ ചങ്ങല പൊട്ടി വീണു. ഒരു ദൂത് ഞാൻ പറയാം, നിന്നെ സാത്താന് ബന്ധിക്കാൻ കഴിയും. അവന്റെ ചങ്ങലയ്ക്ക് നിന്നെ ബന്ധിക്കാൻ കഴിയും. പക്ഷെ ആ ചങ്ങല ആയുസില്ലാത്ത ചങ്ങലയാണ്. അതിന്റെ ആയുസ് എത്രയെന്നറിയാവോ? നീ ഒന്ന് ഉണരുന്നത് വരെയേ അതിന് ആയുസുള്ളൂ. നീ ഉണർന്നു കഴിഞ്ഞാൽ അതിന്റെ ആയുസ് തീരുകയാണ്. ദൂത് കിട്ടുന്നെങ്കിൽ ആമേൻ പറഞ്ഞു സ്വീകരിക്കുക.